ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. മിൽക്ക് പേട. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മിൽക്ക് പേട ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സ്പൂണോ വിസ്കോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. പഞ്ചസാര മൊത്തം മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അളവ് കപ്പിന് 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഈ പാൽപ്പൊടി 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ കട്ടകളൊന്നും കൂടാതെ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ പേട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പേട കുക്ക് ചെയ്യേണ്ടത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉടൻ തന്നെ ഇളക്കി തുടങ്ങണം. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം 20 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മുറുകട്ടെ. ഇപ്പോൾ ഇത് കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. ഇങ്ങനെ മറിക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടാതെ നന്നായി മറിഞ്ഞു വരണം. അതായത് കയ്യിൽ ഒട്ടാതെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവം. ഇനി ഇത് തീ ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കയ്യിൽ ഒട്ടു പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇത് ഉരുളിയായി എടുത്ത് ഉരുട്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്യാം. ഈ മിക്സിൽ നിന്ന് ഈ സൈസിൽ 14ഓളം പേട ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിൽ ഓരോ പീസ് ബദാമും പിസ്തയും കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ഉരുട്ടിയെടുക്കാം കേട്ടോ. എല്ലാം ഷേപ്പ് ആക്കിയതിന് ശേഷം നന്നായി ചൂടാറി സെറ്റാകാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് പേട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.